ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ എവിടെ നോക്കിയാലും മനാഫിൻ്റെ വിഷയമാണ്. മനാഫ് അർജുൻ വിഷയമാണ്. സോഷ്യൽ മീഡിയയിലും എവിടെ മെയിൻ സ്ട്രീം മീഡിയയിൽ എവിടെ നോക്കിയാലും ഇതേ ഉള്ളു കാണാൻ. ഒരു മനുഷ്യൻ തൻ്റെ സഹജീവിയോട് ഒരിക്കലും കരുണ കാണിക്കരുത് എന്ന് ചിന്തിച്ചു പോകുന്നതിന് ഉത്തമ ഉദാഹരണമാണ് മനാഫിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഇപ്പോൾ അർജുൻ്റെ സഹോദരി മനാഫിനെതിരെ കേസ് കൊടുത്തിരിക്കുന്നത്, പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇത്രയും നാളെ അർജുനെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് മനാഫ് അവിടെ അലഞ്ഞു. ഇനി അർജുൻ്റെ സഹോദരി കൊടുത്ത കേസിൻ്റെ പുറകെ കോടതി വേണേലും കോടതി മൊത്തം കയറി ഇറങ്ങി മനാഫിന് അലയാം. നല്ല കാര്യമാണ് ചെയ്തിരിക്കുന്നത്. അത് നന്മ ചെയ്യുന്ന ഒരു വ്യക്തിയോട് ചെയ്യാൻ ഇങ്ങനെ വേണം. നമുക്കതിൽ ആ വാർത്തയൊന്ന് കണ്ടുപോകാം. സഹോദരി അഞ്ജുവിന്റെ പരാതിയിൽ ലോറി ഉടമ മനാഫിനെതിരെ കേസെടുത്തു. സമൂഹത്തിൽ ചേരിതിരിവുണ്ടാക്കാൻ ശ്രമമെന്ന വകുപ്പ് ചുമത്തി. കുടുംബത്തിന്റെ മാനസികാവസ്ഥയും വൈകാരികതയും മുതലെടുത്തു എന്ന് എഫ്ഐആർ പറയുന്നു. വിശദാംശങ്ങൾ അനന്തു രാമേന്ദ്രൻ നൽകും. അനന്തു, ഇത് ഈ കുടുംബം ചിലത് ഉന്നയിക്കുന്നു, അതിന് മനാഫ് മറുപടി പറഞ്ഞു. ഇന്നലെ മനാഫ് വിശദീകരിക്കുമ്പോൾ ഇതിവിടെ തീരണം, ഇത് മുന്നോട്ട് പോകരുതെന്ന് പ്രത്യാശിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെയല്ല, നിയമ നടപടി ആഗ്രഹിക്കുന്നുണ്ടോ അർജുന്റെ കുടുംബം? അതാണ് ഇന്നലെ മനാഫ് ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നു. ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഈ വിഷയം ഇന്നത്തോടുകൂടി ഇവിടെ അവസാനിക്കണം, ഇതിനി മുന്നോട്ട് പോകരുത്, അർജുൻ്റെ കുടുംബത്തിനെ ആരും സൈബർ അറ്റാക്ക് ചെയ്യരുത്, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ പറയുന്നു. അപ്പം നമ്മൾ കണ്ടിരുന്ന നമ്മളെല്ലാവരും വിചാരിച്ചു ഈ വിഷയം ഇന്നത്തോടെ തീരും, ഇതൊരു അർജുൻ്റെ കുടുംബം ഇതിനൊരു പോസിറ്റീവായിട്ട് എടുക്കും, അതോടെ തീരും. പക്ഷെങ്കിൽ ഇന്ന് വീണ്ടും പോലീസ് മനാഫിനെതിരെ കേസെടുത്തിരിക്കുകയാണ്. എൻ്റെ അർത്ഥം അദ്ദേഹം ഇന്നലെ നടത്തിയ പത്രസമ്മേളനം ഒന്നും അത്ര കാര്യമായിട്ട് അവരെടുത്തില്ല എന്നുള്ളതാണ്. ഇന്നലെ മനാഫിന്റെ പത്രസമ്മേളനം കഴിഞ്ഞപ്പോൾ ഈ വിഷയം അവിടെ അവസാനിക്കപ്പെടും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ അത്തരത്തിൽ അത് സമൂഹത്തിലേക്ക് വലിയ ചർച്ചകൾക്ക് കൊണ്ടുപോകേണ്ട എന്ന് രണ്ട് കുടുംബങ്ങൾ തീരുമാനിച്ചൊരു സൂചന ഉണ്ടായിരുന്നു. പക്ഷേ അഞ്ജുവിന്റെ ഭാഗത്ത് ഇന്നലെ തന്നെ രാവിലെ പ്രതികരണം വന്നു. ഒരുപാട് സഹിച്ചു. അതിനുശേഷമാണ് മാധ്യമങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞത്. ഇനിയും അത്തരത്തിൽ കാര്യങ്ങൾ തുടരുകയാണെങ്കിൽ നിയമ നടപടി ആലോചിക്കുകയാണ് ഇന്നലെ രാവിലെ തന്നെ പറഞ്ഞു. അതിനുശേഷമാണ് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി തന്നെ കമ്മീഷൻ ഓഫീസിലേക്ക് അർജുന്റെ കുടുംബം പരാതി നൽകിയത്. ആ പരാതിയിലാണ് ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ചേവായൂർ പോലീസിൽ പറഞ്ഞിട്ടുള്ള പ്രധാന കാര്യങ്ങൾ എന്നത് ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ കുടുംബത്തിനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചു, ഒപ്പം തന്നെ സമൂഹത്തിൽ വേർതിരിവ് അടക്കമുണ്ടാക്കാൻ ശ്രമിച്ചു അടക്കമുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. വകുപ്പുകളും അത്തരത്തിൽ ഗുരുതരമാകുന്നു. എന്തായാലും ഈ വിഷയം അവസാനിക്കുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കുടുംബത്തിന്റെ മാനസികാവസ്ഥയും വൈകാരികതയും മനാഫ് മുതലെടുത്തു. അതെ, അതിഭീകര വകുപ്പുകൾ ചുമത്തി തന്നെ വേണം മനാഫിനെതിരെ കേസെടുക്കാൻ. കാരണം അത്രയ്ക്കും ക്രൂരതയാണല്ലോ അയാൾ ആ കുടുംബത്തിനോട് ചെയ്തത്. അപ്പോൾ അതിഭീകരമായ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള വകുപ്പ് ചുമത്തി വേണം പുള്ളിക്കെതിരെ കേസെടുക്കാൻ. എനിക്ക് പറയാനുള്ളത് മനാഫിനോടാണ്. മനാഫ്, നിങ്ങൾ ചെയ്ത നന്മയ്ക്ക് പ്രതിഫലം ഇതാണെന്ന് വിചാരിക്കരുത്. നിങ്ങൾ ഇനിയും മുന്നോട്ട് പോവുക. നിങ്ങൾക്കിതെല്ലാം നേരിടാനുള്ള കരുത്തുണ്ടാവും. മലയാളികൾ നിങ്ങളോടൊപ്പം ഉണ്ട്. കാരണം അതിനുള്ള ഉദാഹരണമാണ് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ. വിത്തിൻ സെക്കൻഡുകൾ, വിത്തിൻ ഡേയ്ക്കുള്ളിൽ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് കയറുക. സോ നിങ്ങളിതിലൊന്നും തളരരുത്. നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങളോടൊപ്പം എല്ലാവരും ഉണ്ടാവും.